ഇതിന് അധികാരികൾ കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ ഇവിടെ പോലീസ് അധികാരികളോട് സാറുമാരോട് പറഞ്ഞിരിക്കുന്നത് ജനങ്ങളെയും വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ഇത് ഇന്നത്തെയും ഈ ഒരു മാനസികാവസ്ഥയിൽ ഞങ്ങൾ പിന്മാറുകയാണ്. തീർച്ചയായിട്ടും ഇതിന് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ അതിന് ഇവിടെ ജനങ്ങൾ രംഗത്തിറങ്ങും. അത് പെണ്ണുങ്ങളും മക്കളും എല്ലാ വിദ്യാർത്ഥികളും ജനങ്ങളും മൊത്തം ഇറങ്ങിയിട്ട് ഇവിടെ തീരുമാനമെടുക്കുക. കരിമ്പ പനയമ്പാടത്ത് വാഹനാപകടം നടന്ന 4 കുട്ടികൾ മരിച്ച സ്ഥലത്താണ് ഞാനുള്ളത്. ഇവിടെയാണ് ഈ ലോറി വന്ന് മറിയുന്നത്. ഈ മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന് വന്ന ലോറിയാണ് മറിഞ്ഞത്. ഇതാണ് പാലക്കാട് ഭാഗം. ഇവിടെ നിന്നാണ് ഈ പാലക്കാട് നിന്ന് കോഴിക്കോട്ടിലേക്ക് പോകുന്ന ഭാഗം. ഇത് കോഴിക്കോട് മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന് തിരിച്ചു വരുന്നതാണ്. അതായത് എതിർദിശയിലേക്ക് കയറിയാണ് ലോറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് മറിഞ്ഞത്. ആ കാണുന്നത് ബസ് സ്റ്റോപ്പാണ്, അതായത് പനയമ്പാടം ബസ് സ്റ്റോപ്പാണ്. സ്കൂൾ വിടുന്ന സമയത്ത് 2 സൈഡിലുമായി 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ഉണ്ടാവാറുള്ളത്. അവിടെയാണ് ഈ ലോറി മറിഞ്ഞതെങ്കിൽ ഇതിൻ്റെ ദുരന്തം എത്രയോ ഇരട്ടിയാകുമായിരുന്നു, അതിൻ്റെ ആഘാതം. അത് ഇല്ല എന്നുള്ളത് ആശ്വാസകരമായാണ്. പക്ഷേ 4 ജീവനുകളാണ് പൊലിഞ്ഞത്. ഇത് ആദ്യമായല്ല ഇവിടെ ഇത്തരം അപകടം നടന്നത്. 100 കണക്കിന് അപകടങ്ങൾ നടന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അത് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്നോടൊപ്പം ഈ പനയമ്പാടത്തെ ആളുകളുണ്ട്. മുൻ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ യൂസുഫ് പാലക്കൽ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഉള്ളത്. ഈ റോഡ് നവീകരണത്തിന് ശേഷമാണ് ഇത്രയധികം അപകടം. ഏതാണ്ട് 5 വർഷം ആകുന്നു. എന്താണ് ശരിക്കും പ്രശ്നം? അതായത് 5 വർഷം മുമ്പ് വരെ യാതൊരു അപകടവുമില്ലാത്ത ഒരു മേഖലയായിരുന്നു ഈ റോഡ്. ഇത് വീതി കൂട്ടി നവീകരിച്ച സമയത്ത് അതിൻ്റെ നിർമ്മാണത്തിലെ അപാകത കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ശാശ്വതമായി പരിഹരിക്കപ്പെടാതെ നിലനിൽക്കുന്നത് എന്നാണ് വസ്തുത. അപ്പോൾ ഈ റോഡ് പുനർനിർമ്മിക്കുക എന്ന ഒറ്റ പരിഹാരം മാത്രമാണ് ഈ അപകട പരമ്പര കുറയ്ക്കാനുള്ള ഏക പോംവഴി എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. അതായത് ഈ റോഡ് വീതി കൂട്ടി നവീകരിച്ചതിന് ശേഷമാണ്. നേരത്തെ ഈ ദുബായ് കുന്ന് ഇതിനേക്കാൾ വലിയ വളവും കുന്നും ആയിരുന്നു. പക്ഷേ അന്നില്ലാത്ത അപകടം എന്തുകൊണ്ട് ഇപ്പോൾ? അതാണ് സൗകര്യം കൂടുമ്പോൾ റോഡ് ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ നിർമ്മിച്ചു. അതായത് ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാവർക്കും ഒരു ബോധ്യമാണ് രണ്ടിടത്തും അഴുക്കുചാൽ ഉണ്ടാവണം എന്നുള്ളതുണ്ട്. ഇവിടെ ആ ഭാഗത്ത് മാത്രമാണ് ആകെ 50 മീറ്റർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഭാഗത്ത് അഴുക്കുചാലില്ല. ഇവിടെ അഴുക്കുചാലിട്ട് കുട്ടികളെ ആ ഒരു നടപ്പാത ഉണ്ടായിരുന്നുവെങ്കിൽ കുട്ടികളുടെ അപകടം ഉണ്ടാവില്ലായിരുന്നു. ആ നടപ്പാതയിലൂടെ കുട്ടികൾ പോവുകയാണെങ്കിൽ റോഡിലൂടെ വണ്ടി പോയിട്ടുണ്ടെങ്കിൽ അപകടം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഇവിടുന്ന് ആ പ്രതലത്തിലെ ആ ഭാഗത്തേക്ക് ചെരിച്ച് നിർമ്മിച്ചപ്പോൾ റോഡിലൂടെ വെള്ളം ഒഴുകിയിട്ടുണ്ടാകുന്ന അപകടമാണ്. റോഡ് മിനുസമാണ്. ഇത് 5 വർഷം മുമ്പ് ഈ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ നാട്ടുകാരുടെ നിരന്തരമായ മറുപടി ഉണ്ടായിരുന്നു. ഈ റോഡിൻ്റെ ഈ സൈഡ് ആകെ കേവലം 50 മീറ്റർ മാത്രമാണ് അഴുക്കുചാൽ നിർമ്മിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നത്. നാട്ടുകാർ മുറവിളി കൂട്ടി ഒരു 100 മീറ്റർ കൂടി അപ്പുറത്തേക്ക് നിർമ്മിച്ചു എന്നല്ലാതെ ഒരു പരിഹാരവും ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അപകടം വർദ്ധിച്ച സമയത്ത് ഈ അപകട മേഖലൻ്റെ എൻട്രിയിൽ റിഫ്ലക്ടർ സ്ഥാപിച്ച് തടിയൂരി. പിന്നെ ഒരു സമരം നടത്തിയപ്പോൾ റോഡിൽ ഡിവൈഡർ, താൽക്കാലിക ഡിവൈഡർ, ആ ഡിവൈഡർ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായി. നിരന്തരം അപകടം വന്നപ്പോൾ ഓരോ സമയത്തും ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ പരിഹാര മാർഗ്ഗങ്ങൾ, അതൊരു പരിഹാര മാർഗ്ഗമാണ് ലൈറ്റ് സ്ഥാപിച്ചത്. അങ്ങനെ ലൈറ്റ് സ്ഥാപിച്ചു. പിന്നീട് JCB കൊണ്ട് റോഡിൻ്റെ ഈ മിനുസം പരിവരുത്തത് ഗ്രിപ്പുണ്ടാക്കി. എന്നിട്ടും പരിഹരിക്കാത്ത അവസ്ഥയിൽ നിരന്തരമായ സമരം നടത്തി. അത് ശാസ്ത്രീയമായി പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡ് മില്ലർ ഉപയോഗിച്ചുകൊണ്ട് റോഡ് മില്ല് ചെയ്തിട്ടാണ് ഈ അപകടം, അതായത് ഈ മിനുസം കുറച്ചത് കൊണ്ട് മാത്രമാണ് അപകടം ഈ ഒരു കാലയളവിൽ കുറയാനുണ്ടായത്. ഇപ്പോൾ ആ റോഡ് മില്ലർ ഉപയോഗിച്ച് 1.5 വർഷം മുമ്പ് റോഡ് മില്ലർ ഉപയോഗിച്ചു. ഇപ്പോൾ വീണ്ടും റോഡ് മിനുസമായിരിക്കുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ തന്നെ ഒരു വാർത്താ പരമ്പര പോലെ ചെയ്തിരുന്നു. അതിന് ശേഷമാണ് അത് ചെയ്യുന്നത്. അതായത് വീണ്ടും അത് മിനുസപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള. അപ്പൊ നിങ്ങൾ ഇനി ആവശ്യപ്പെടാൻ പോകുന്നത് എന്താണ്? അതായത് ഈ റോഡ് ശാസ്ത്രീയമായി പുനർനിർമ്മിക്കണം. അതായത് ഈ റോഡ് ഇനി ശാശ്വതമായി പരിഹാരം എന്നുള്ളത് ഇത് 2 സൈഡിലും അഴുക്കുചാൽ നിർമ്മിച്ച് നടപ്പാതയുണ്ടാക്കി ആവശ്യമെങ്കിൽ ഡിവൈഡർ സ്ഥാപിച്ച് റോഡിൻ്റെ പ്രതലം ഒരേപോലെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഗ്രിപ്പ് ഉണ്ടാക്കുന്ന
അത് ഈ മിനുസമുള്ള പ്രതലമല്ലാതെ പരുവരുക്കാത്ത രീതിയിലുള്ള ശാസ്ത്രീയമായ രീതിയിൽ പല രീതിയിൽ നിർമ്മാണം നടത്താവുന്ന കാര്യങ്ങളുണ്ടല്ലോ. അത്തരത്തിൽ പ്രതലം ഒരു പരുവരുത്തതാക്കാൻ ആവശ്യമായ ഇടപെടലുകളാണ് നടത്തേണ്ടത്. എത്ര പേര് ഇവിടെ ഇതിനകം ഈ കുട്ടികളടക്കം മരിച്ചിട്ടുണ്ട്? 15ഓളം മരണം ഈ ഒരു ഭാഗത്തുണ്ടായിട്ടുണ്ട്. നമ്മുടെ കരിമ്പ മേഖല ഇടയ്ക്ക് ഈ കരിമ്പ മേഖല പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ തന്നെ ഒരു 50ഓളം മരണമുണ്ടായിട്ടുണ്ട് ഈ ദേശീയപാതയിലെ അപകടം കൊണ്ടുകൊണ്ട്. അതായത് ദേശീയപാത പുനർനിർമ്മിച്ചോ. മറ്റൊരു കാര്യം ചോദിച്ചാൽ ദേശീയപാത നിർമ്മാണം നടത്തുന്ന ഘട്ടത്തിൽ ഈ പ്രദേശം അവർ തുടക്കത്തിൽ തന്നെ ഇതിനൊരു ബ്ലാക്ക് പോയിന്റ് ആയിട്ട് കണക്കാക്കി എന്നതാണ് സത്യം. 30 കിലോമീറ്റർ വേഗതയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഈ റോഡ് ആദ്യം തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ നിർമ്മാതാക്കൾക്കറിയാം ഇവിടെ അപകടം വരാൻ പോകുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് വേഗത കുറയ്ക്കാനുള്ള 30 കിലോമീറ്റർ സ്പീഡ് ഈ മേഖലയിൽ മാത്രം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ആവശ്യമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളോ അല്ലെങ്കിൽ പഠനമോ നടത്താതെ ഉള്ള സംഖ്യ കൊണ്ട് അവർക്ക് തോന്നിയ രീതിയിൽ പ്രവൃത്തി നടത്തി പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ദേശീയപാതയിലെ മറ്റു ഭാഗങ്ങളിലുള്ള സ്പീഡിനേക്കാൾ എത്രയോ കുറഞ്ഞ് 30 കിലോമീറ്റർ വേഗത മാത്രം പെർ അവറിൽ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അവർക്ക് മുൻകൂട്ടി അറിയാം. അതാണ് പറഞ്ഞത്. അതാണ് മുൻകൂട്ടി അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇവിടെ ആ രീതിയിൽ ക്രമീകരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ അവർക്കറിയാം മുൻകൂട്ടി ഈ കാര്യം, ഈ ഭാഗം അപകട മേഖലയാണ്. സാധാരണഗതിയിൽ ഇത് ഹിൽ ഏരിയകളിലും അത്തരത്തിലുള്ള വളരെ ഭയാനകമായ ഏരിയയിൽ മാത്രമാണ് ആ കിലോമീറ്റർ വേഗത കുറയ്ക്കുന്നത്. ഹൈവേയിൽ പെട്ടെന്ന് വേഗത കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായും ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ റോഡ് മിനുസപ്പെട്ടപ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏതാണ്ടൊരു 30-40 മീറ്റർ അപ്പുറത്താണ് ബസ് സ്റ്റോപ്പ്. അവിടെ ഈ 100 കണക്കിന് കുട്ടികളാണ് ഈ രണ്ട് ഭാഗത്തേക്കും പോകാൻ വേണ്ടി കാത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇതിനൊരു പരിഹാരമായിട്ടുള്ള വലിയ പ്രശ്നമായിരിക്കില്ല. പ്രശ്നമാണ് ഇവിടെ പരിഹരിക്കൽ നിർബന്ധമാണ്. അധികാരികളെ കണ്ണു തുറക്കൽ നിർബന്ധമാണ്. പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ ഞങ്ങൾ പറയുക അങ്ങനെ തന്നെയാണ്. പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് കേസ് നടക്കുന്ന ഏരിയയാണ് ഈ ഏരിയ. ഏറ്റവും കൂടുതൽ സ്കൂൾ സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾ ഇവിടെ ബസ് സ്റ്റോപ്പിലും അതുപോലെ യാത്രയും നടന്നും സഞ്ചരിക്കുന്ന ഭാഗമാണ്. ഇതിന് അധികാരികൾ കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ ഇവിടെ പോലീസ് അധികാരികളോട് സാറുമാരോട് പറഞ്ഞിരിക്കുന്നത് ജനങ്ങളെയും വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ഇത് ഇന്നത്തെയും ഈ ഒരു മാനസികാവസ്ഥയിൽ ഞങ്ങൾ പിന്മാറുകയാണ്. തീർച്ചയായിട്ടും ഇതിന് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ അതിന് ഇവിടെ ജനങ്ങൾ രംഗത്തിറങ്ങും. അത് പെണ്ണുങ്ങളും മക്കളും എല്ലാ വിദ്യാർത്ഥികളും ജനങ്ങൾ മൊത്തം ഇറങ്ങിയിട്ട് ഇവിടെ തീരുമാനം എടുക്കും. ഏകദേശം 55-60ഓളം ആക്സിഡൻറ്റ് കേസാണ് ഈ ഭാഗത്ത് നടന്നിരിക്കുന്നത്. ഞങ്ങൾ മാത്രം യാത്ര ചെയ്യുന്ന ഭാഗമൊന്നുമല്ല ഇത് ഒരുപാട് ജനങ്ങൾ ഈ പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ പല ഭാഗങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നവരാണ്. ഒരുപാട് കേസുകൾ ഞങ്ങളെ മുന്നിൽ നിന്ന് ജീവൻ പൊലിയുമ്പോഴും കൈയും കാലും മുറിയുമ്പോഴും ഞങ്ങളൊക്കെ അതിൽ നിന്ന് അവരെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. ഇത് കാണുമ്പോൾ ഞങ്ങളെ മനസ്സിനൊരു ശക്തി കുറഞ്ഞു പോവുകയാണ് ഇത് കണ്ടുകൊണ്ട്. അതുകൊണ്ട് താഴ്മയോടെയുള്ള അപേക്ഷയാണ് അധികാരികളെ ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറന്ന് ഈ ഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് അതിന് എന്താണ് ബുദ്ധിയുള്ള എഞ്ചിനീയർമാരെ ഇടപെട്ട് അതിനെ പരിഹരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ താഴ്മയോടെ പറയാനുള്ളത്. ഇതാണ് ഇത്തരത്തിൽ നിരവധി അപകടങ്ങൾ. അത് ഈ നാട്ടുകാരല്ലാത്ത ഈ നിരവധി ആളുകൾ അപകടത്തിൽപ്പെടുന്നു. ആ ആളുകളെല്ലാം തന്നെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടുന്നത് ഇവിടെയുള്ള ആളുകളാണ്. അവരുടെ കൺമുന്നിൽ വെച്ചാണ് സ്വന്തം മക്കൾ ഈ നഷ്ടപ്പെടുന്നത്. ഈ കുഴിയിലേക്ക് ആണ് ഈ ലോറി മറിയുകയും അതിനകത്ത് കുട്ടികൾ അകപ്പെടുകയും ചെയ്തത്. ഏറെ സമയമെടുത്താണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. കാരണം ആ ലോറിയിൽ മുഴുവൻ സിമൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ ഭാരം കാരണം ഈ ലോറി ഉയർത്താൻ പ്രയാസപ്പെട്ടു. പിന്നീട് ഇത് മുഴുവൻ എടുത്തു മാറ്റിയ ശേഷമാണ് ഈ കുട്ടികളെ ലോറിക്കടിയിൽ നിന്ന് പുറത്ത് എടുത്തത്. എന്തായാലും ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം കണ്ടേ മതിയാവൂ. കാരണം ഇവിടെ 1, 2, 10 അപകടങ്ങളല്ല, 100-ലധികം അപകടങ്ങളാണ് ഈ ഒരൊറ്റ സ്ഥലത്ത് നടന്നത്. ഇതിന് 1 കിലോമീറ്റർ അപ്പുറത്താണ് കരിമ്പ മുതൽ മാപ്പിള സ്കൂൾ വരെ ഏതാണ്ട് ഒരു 4 കിലോമീറ്ററിന് ഇടയിൽ നിരന്തരം അപകടങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതിനൊരു പരിഹാരം കാണണം. ഈ കലക്ടർ വിളിച്ച യോഗത്തിൽ അതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.